പടച്ചവന്റെ കോടതിയിൽ ക്ലിപ്പ് വെക്കാൻ കഴിയൂല, അപ്പുറം മുറിച്ചിട്ട് ഇപ്പുറം മുറിച്ച് കാണിക്കാൻ കഴിയൂല. പടച്ചവന്റെ കോടതിയിൽ ക്ലിപ്പ് വെക്കാൻ കഴിയൂല, അപ്പുറം മുറിച്ചിട്ട് ഇപ്പുറം മുറിച്ച് കാണിക്കാൻ കഴിയൂല. നല്ല ഓർമ്മ വേണത്, നല്ല ഓർമ്മ വേണത്. അപ്പൊ ആദരവ് ഇത് രണ്ടും രണ്ട് കാര്യമാണ്. ആർക്കും മനസ്സിലാവുന്നൊരു മുട്ടുമടക്കി ഗണ്ണനാണ് നീങ്ങിയപ്പോ ഗണ്ണന പ്രസംഗം ഇങ്ങനെ ഓരോന്നോരോന്ന് പോകുമ്പോ ആരാണ് ഇവിടെ സമ്മതിക്കുന്നതെന്ന് ഇതാ കേൾപ്പിക്കാൻ പോകുന്നു. ഈ ഭാഗവും CD-യിലില്ല കേട്ടോ. ആ മുട്ടുമടക്കലും കാണിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് മൂപ്പര് അനങ്ങില്ല കേട്ടോ. ആ ഭാഗവും കേട്ടോളൂ. എന്താണ് നാദാപുരം ഖണ്ഡനം കൊണ്ടുള്ള മാറ്റമെന്ന് ഇതാ സമ്മതിക്കുന്നു. കേട്ടോളൂ. ആ ഭാഗം CD-യിൽ കാണില്ല. റസൂലുള്ളാഹിന്റെ ഖബറിന് ഒരു ചാണ് മാത്രമാണ് ഉയരം. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖബറിന് ഒരു ചാണ് മാത്രമാണ് ഉയരം. ഉമറുൽ ഖത്താബിന്റെ ഖബറിന് ഒരു ചാണ് മാത്രമാണ് ഉയരം. അതാണ് ഏറ്റവും പുണ്യമുള്ള രൂപം. റസൂലുള്ളാഹിന്റെ ഖബറിന് ഒരു ചാണ് മാത്രമാണ് ഉയരം. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖബറിന് ഒരു ചാണ് മാത്രമാണ് ഉയരം. ഉമറുൽ ഖത്താബിന്റെ ഖബറിന് ഒരു ചാണ് മാത്രമാണ് ഉയരം. അതാണ് ഏറ്റവും പുണ്യമുള്ള രൂപം. കണ്ടോ? എന്താ കേട്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ ഒരു ചാണ് മാത്രമാണ് ഉയരം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒരു ചാണ് മാത്രമാണ് ഉയരം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒരു ചാണ് മാത്രമാണ് ഉയരം. അതാണ് ഏറ്റവും പുണ്യമുള്ള രൂപം. എന്തിനാ CD-യിൽ നിന്ന് കട്ടത്? ഇവിടെ നിങ്ങൾ പ്രസംഗിച്ചതല്ലേ, മുട്ട് മടക്കിയതല്ലേ? നിങ്ങൾ എത്ര ഇവിടെ സമയം ചെലവഴിച്ചിട്ടുണ്ട്? നിങ്ങൾ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചില്ലേ? അൽ മുസ്ലിമൂൻ പത്രം എടുത്തിട്ടും കാണിച്ചില്ലേ? അൽ മുസ്ലിമൂൻ പത്രത്തില് കണ്ടോ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫിൽ ഖബർ കണ്ടോ? തുടക്കമെന്ന് വെക്കുമോനെ, ഖബർ കണ്ടോ? ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ, ആ ഖബറിന്റെ മേലെ അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ശരീഫ് തലയുടെ അടുക്കലതാ എഴുതി വെച്ചിരിക്കുന്നു. അതാ ഖബർ റസൂലില്ലാഹി. ഈ ഭാഗത്ത് കാണാൻ പത്രം നോക്കിയാൽ ശരിക്കും കാണാം. കണ്ടോ? റസൂലുള്ളാഹിയുടെ ജാറം, റസൂലുള്ളാഹിയുടെ ജാറം എന്ന് പറഞ്ഞിട്ട് എത്ര പച്ച പുതപ്പിച്ച ജാറങ്ങളുടെ ആ ചിത്രങ്ങൾ നിങ്ങൾ കാണിച്ചു. സൈറ്റിൽ നിന്ന് പല ചിത്രങ്ങളും പിൻവലിക്കുകയും ചെയ്തു. അങ്ങനെ പലതും നിങ്ങൾ കാണിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ പറയുന്നു റസൂലുള്ളാഹിയുടെ ഖബർ ഒരു ചാണ് മാത്രമാണ് ഉയരം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒരു ചാണ് മാത്രമാണ് ഉയരം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒരു ചാണ് മാത്രമാണ് ഉയരം. അത് മാത്രമല്ല, അതാണ് ഏറ്റവും പുണ്യമുള്ള രൂപമെന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചില്ലേ? അപ്പൊ ഈ കാണുന്ന ഉയർന്നു നിൽക്കുന്ന കുബ്ബകളും ദർഗകളും ഖബറ് കെട്ടിപ്പൊക്കലുമൊന്നും പുണ്യമല്ല അല്ലേ? ഈ പുണ്യമല്ലാത്ത രൂപത്തിനാണോ നിങ്ങൾ ഈ പറഞ്ഞൊച്ച വെച്ച് നടക്കുന്നത്? നിങ്ങൾക്കത് സമ്മതിക്കേണ്ടി വന്നത് കഴിഞ്ഞ പ്രസംഗത്തിൽ നിങ്ങളോട് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ നിങ്ങൾ അൽഹംദുലില്ലാഹ് അക്കാര്യമെങ്കിലും സമ്മതിച്ചല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ ഖബർ ഒരു ചാണ് മാത്രമാണ് ഉയരം. അതാണ് പുണ്യമുള്ള രൂപമെങ്കിൽ മുസ്ലിമീങ്ങളുടെ മുഴുവൻ ഖബറുകളും അത്ര മതി കേട്ടോ. അതിനാ ഞങ്ങൾ ഈ അധ്വാനം ചെലവഴിക്കുന്നത്, അതിനാ ഞങ്ങൾ ഈ പ്രസംഗിച്ച ആരോഗ്യം നശിപ്പിക്കുന്നത്. ഈ രൂപത്തിൽ നിങ്ങളെ കൊണ്ടൊക്കെ സമ്മതിപ്പിക്കാൻ തന്നെയാണ്. അൽഹംദുലില്ലാഹ്, പുണ്യമുള്ള രൂപം അതാണെന്ന് പറഞ്ഞില്ലേ? ഇതിനാണ് ഈ പരിപാടി ഇനിയും തുടരട്ടെ.